വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ SSK ആരംഭിച്ച ക്രിയേറ്റീവ് കോർണറുകളുടെ ജില്ലാതല ഫെസ്റ്റിവലിൽ ഉണ്ണിക്കുളം GUP സ്കൂൾ ജേതാക്കളായി. GMUPS മാവൂർ 2ാം സ്ഥാനവും GMUPS ചേന്നമംഗല്ലൂർ 3ാം സ്ഥാനവും നേടി. വിജയികൾക്ക് പ്രൊഫസർ K. പാപ്പുട്ടി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. UP ക്ലാസുകളിലെ ശാസ്ത്രം, ഗണിതം, സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിലെ പഠനാശയങ്ങൾക്ക് പ്രായോഗിക അനുഭവം ലഭ്യമാക്കുന്നതിനായി വിദ്യാലയങ്ങളിൽ സജ്ജീകരിച്ച സംവിധാനമാണ് ക്രിയേറ്റീവ് കോർണറുകൾ. സംസ്ഥാനത്താകെ 600 UP സ്കൂളുകളിലാണ് ക്രിയേറ്റീവ് കോർണറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പഠനത്തോടൊപ്പം കുട്ടികളിലെ നൈപുണ്യ വികസനം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ക്രിയേറ്റീവ് കോർണറുകൾ പ്രവർത്തിക്കുന്നത്. ഇലക്ട്രോണിക്സ്, പ്ലംബിംഗ്, വയറിംഗ്, കുക്കിംഗ്, ബേക്കിംഗ്, ഫാഷൻ ഡിസൈനിംഗ്, നൂതന കൃഷി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ആധുനിക ഉപകരണങ്ങൾ ഒരുക്കിയ ക്രിയേറ്റീവ് കോർണറുകളിൽ കുട്ടികൾക്ക് പ്രായോഗികമായ പഠനാനുഭവങ്ങളാണ് ലഭിക്കുന്നത്. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി. സമഗ്ര ശിക്ഷ കോഴിക്കോട് ഈ വർഷം ജില്ലയിൽ ആരംഭിച്ച 23 ക്രിയേറ്റീവ് കോർണറുകളിൽ നിന്നുള്ള 300ഓളം കുട്ടികളാണ് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ നടന്ന ജില്ലാതല ക്രിയേറ്റീവ് ഫെസ്റ്റിൽ പങ്കെടുത്തത്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ പഠനോൽപ്പന്നങ്ങളുടെയും നൈപുണ്യങ്ങളുടെയും പ്രദർശനവും നടന്നു. കണ്ടപ്പോൾ എനിക്കുള്ള പ്രശ്നം, ഇതിനൊരു മത്സര സ്വഭാവമുണ്ട്. ഒടുവിൽ ഇതിന് സമ്മാനമൊക്കെ കൊടുക്കണം. അതെങ്ങനെ തീരുമാനിക്കും എന്നുള്ളത് വലിയ പ്രയാസം ഞാൻ അനുഭവിച്ചു. കാരണം എല്ലാം ഏതാണ്ട് ഒരുപോലെ ആകർഷകമായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വിലയിരുത്തി ഒരു നന്നായി ബുദ്ധിമുട്ടി കാണും എന്നെനിക്ക് ഉറപ്പാണ്. അതെന്തായാലും ശരി, നമ്മൾ അതിൻ്റെ സമ്മാനത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഓരോരുത്തരും ചെയ്തിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ മഹത്വത്തിലോ ഒന്നും അല്ല പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ള ഒരു വാക്യമുണ്ട്, ശാസ്ത്രം പ്രവർത്തനമാണ്. ശാസ്ത്രം എപ്പോഴും പ്രവർത്തനത്തിലൂടെയാണ് പഠിക്കാൻ കഴിയുക. അല്ലാതെ പഠിക്കുന്ന ശാസ്ത്രം മനസ്സിൽ ഉറക്കില്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രം നല്ല ഒരു പ്രവർത്തനമാക്കി മാറ്റാനുള്ള പരിശ്രമം, അത് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മാത്രം ഗൗരവമായിട്ട് നടന്ന ഒരു പരിപാടിയാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്തും പഠിപ്പിക്കുന്ന കാലത്തും ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പ്രസംഗമായിട്ടാണ് പലപ്പോഴും വരാറുള്ളത്. വളരെ മികച്ച രീതിയിലാണ് ഇവിടെ നടക്കുന്ന ക്രിയേറ്റീവ് ഫെസ്റ്റ് എന്നുള്ള കാര്യത്തിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഞാനിവിടെ തരികയാണ്. കാരണം കേരളത്തിലുള്ള മറ്റ് ജില്ലകളിൽ നിന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെന്ന രീതിയിൽ വളരെ നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്ത് വളരെ മനോഹരമായി നമ്മളിവിടെ ഈ ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കാലാവസ്ഥ ചതിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ഈ ഒരു സമയത്ത് വലിയ ഒരു ജനസമുദ്രം ഉണ്ടാവുമെന്നും അവർ ഈ ഒരു ക്രിയേറ്റീവ് ഫെസ്റ്റിൻ്റെ ആശയം കേരളത്തിൽ മുഴുവൻ പ്രചരിപ്പിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി മാറുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. എങ്കിലും അതിലൊരു 90% നമ്മൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു.
കാര്യം പാപ്പൂട്ടി മാഷൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കാലമായി നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ചർച്ചകളിൽ ഒന്നാണ് നമുക്ക് തൊഴിൽ മാധ്യമമാക്കിക്കൊണ്ട് നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് അല്ലേ. ക്ലാസ്സിൽ പലപ്പോഴും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വളരെ വിരസമായി തോന്നുന്ന പല വിഷയങ്ങളും നമ്മൾ ചില പ്രവർത്തനങ്ങളിലൂടെ വരുന്ന സമയത്ത് വളരെ രസമായിട്ട് തോന്നും. അപ്പോൾ അത് തന്നെയാണ് നമ്മളുടെ ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ആശയം. നമ്മൾ വെറും തൊഴിൽ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, തൊഴിലിനെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് അല്ലെ. നമ്മൾ കണക്ക് പഠിക്കുമ്പോൾ കണക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അല്ലേ കുറച്ച് ആശാരി പണിയൊക്കെ എടുക്കുന്ന സമയത്ത് അതിൽ മുഴുവൻ കണക്കാണ്. അപ്പോൾ ആ പണി എടുക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ പഠിച്ച കാര്യങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി രസമാവും, ജീവിതത്തിൽ നിങ്ങൾക്ക് പുതിയ നൈപുണികൾ ഉണ്ടാവും, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ആശയം. ഇത് വളരെ കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമായിരുന്നു. അതിലേക്കുള്ള ഒരു ആദ്യ ചുവടുവെപ്പുന്ന രീതിയിലാണ് ക്രിയേറ്റീവ് കോർണറുകൾ വരുന്നത്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് 300 ക്രിയേറ്റീവ് കോർണറുകൾ വിവിധ ജില്ലകളിലായി 14 ജില്ലകളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ 300 ക്രിയേറ്റീവ് കോർണറുകളുടെ പ്രവർത്തനങ്ങൾ ഇനി ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ മൊത്തത്തിൽ 600 ക്രിയേറ്റീവ് കോർണറുകൾ വരുന്നുണ്ട്. SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൾ ഹക്കീമിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കുസാറ്റിലെ സയൻസ് ഇൻ സൊസൈറ്റി ഡയറക്ടർ ഡോക്ടർ P ഷൈജു, SSK സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ B ഷാജി, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ UK അബ്ദുൽ നാസർ, DPOമാരായ സജീഷ് നാരായണൻ, VD ഷീബ എന്നിവർ പങ്കെടുത്തു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ അജയൻ PN സ്വാഗതവും വിദ്യാകിരണം കോർഡിനേറ്റർ പ്രവീൺ കുമാർ V നന്ദിയും പറഞ്ഞു. ACV ന്യൂസ് കോഴിക്കോട്.